എല്ലാവർക്കും നമസ്കാരം. അടുത്തിടെയായിട്ട് ഒരുപാട് വേക്കൻസികൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനുണ്ടായിരുന്നു, അഗ്നിവീറിന് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പല വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കുകയാണ്. സബ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെ എക്സാമിനേഷന് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. 4000-ഓളം വേക്കൻസികളുണ്ട്. +2 ലെവലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. ഞാൻ കലാം സ്ലോഗൽ അബ്ദുൽ കലാം എന്നുള്ളത്. ഞാനിവിടെ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കോഴ്സുകളെക്കുറിച്ചും അതുപോലെ തന്നെ വിവിധ ജോലികളെക്കുറിച്ചുമാണ്. കേരളത്തിലാവട്ടെ കേരളത്തിന് പുറത്താവട്ടെ എന്നുള്ളതാണ്. അത്രയും വേക്കൻസികളെക്കുറിച്ചാണ്. ഇനിയും വരുന്നുണ്ട്. ഇനി ഗ്രാജുവേറ്റ് ലെവലിലുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാമിനേഷൻ്റെ അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയും സമയബന്ധിതമായി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ്. ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിളിച്ചിരിക്കുന്ന ഈ ഒഴിവിലേക്ക് വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറിയ ശേഷം അതുപോലെ തന്നെ പ്രൈമറി ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അഡീഷൻ ഡീറ്റെയിൽസ് കൊടുത്ത് ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വൺ ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞെന്നുള്ളത്. 2/8/1997ൻ്റെയും 1/8/2006 ഇടയിലും ജനിച്ച 18ൻ്റെയും 27 വയസ്സിൻ്റെ ഇടയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. +2 പാസ്സായിട്ടുണ്ടാകുമെന്നുള്ളതാണ്. നിയമാനുസൃതമായിട്ടുള്ള വയസ്സുള്ളതുകൊണ്ട് SC ആണെങ്കിൽ 5 വർഷത്തെ ഇളവും, അതായത് OBC ആണെങ്കിൽ 3 വർഷത്തെ ഇളവും ഉണ്ടെന്നുള്ളതാണ്. 100 രൂപ മാത്രമാണ് അപേക്ഷാ ഫീസ് എന്നുള്ളത്. അതുതന്നെ SC ST ഫീമെയിൽ, അതുപോലെ തന്നെ PWD, അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി, അവർക്ക് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. 2 ടയറായിട്ടുള്ള എക്സാമിനേഷനാണ് നടക്കുന്നത്. വിളിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ മന്ത്രാലയങ്ങൾ, വിവിധ ഗവൺമെൻറ് ബോഡീസ്, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വിവിധ ഓഫീസുകൾ, വിവിധ ട്രിബ്യൂണുകൾ, ഇവിടേക്ക് LDCയുടെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്, ഇതിൻ്റെ വേക്കൻസികൾക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് പറ്റാത്തൊന്നുമല്ല, +2 ലെവലിലുള്ള എക്സാമിനേഷനാണ് നടക്കുന്നത്. അതിന് പുറമെ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് എന്നുള്ളത് നിലയ്ക്ക് 2ാമത്തെ ടയറിലുള്ള എക്സാമിനേഷൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. മെയ് 7-ാം തീയതിയാണ് അപേക്ഷ നൽകേണ്ട അവസാന തീയതി എന്നുള്ളത്. 8-ാം തീയതി അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ഫീസ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. 10-11 തീയതികളിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നടത്തുകയും ചെയ്യാം. മിനിസ്ട്രി ഓഫ് കൾച്ചർ തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ആ പറയുന്ന ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ ഈ പറയുന്ന +2ൻ്റെ സയൻസ് മാത്സ് വേണ്ടതെന്നുള്ളതാണ്. 2ാമത് LDC ആണ്. 2ാമതൊരു വിഭാഗം എന്ന് പറയുന്നത് +2 ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ VHSC ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് 2ാമത്തെ LDCയുടെ ആ ഇതിൽ പോകാൻ പറ്റും. കേരളത്തിനകത്ത് 8ഓളം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. എറണാകുളം, കൊല്ലം, കോട്ടയം, കണ്ണൂർ, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നുള്ളതാണ്. നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് കേരള കർണാടക റീജിയനിലുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലേക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. സിഗ്നേച്ചർ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതിന് ഓൺലൈനിൽ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടതുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടിട്ട്. അപ്പോൾ നിങ്ങളൊരു CSC സെൻറ്ററിൽ അതല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്ററിൽ പോയിട്ട് വേണം ഇത് ചെയ്യുന്നതിന് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് തോന്നുന്നത്. 2 തരത്തിലുള്ള പരീക്ഷയാണ് നടക്കുന്നത്. രണ്ട് സ്റ്റേജിലുള്ള പരീക്ഷയാണ്. 1ാമത്തെ സ്റ്റേജിൽ പറഞ്ഞാൽ 200 മാർക്കിൻ്റെ 100 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. അതിൽ ഇംഗ്ലീഷ്, ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, അതാണ് 1ാമത്തെ ടെസ്റ്റ് വരുന്നത്. അത് പാസ്സാകുന്നവർക്കാണ് 2ാമത്തെ ടയറിലേക്ക് പോവുക. അതിൽ തന്നെ 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ഉണ്ടാകുക. അതിൽ മാത്സ്, റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് എന്നുള്ളതും, പിന്നെ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, പിന്നെ കമ്പ്യൂട്ടർ നോളജ്, പിന്നെ സ്പീഡ് ടെസ്റ്റ് എന്നുള്ളതാണ് 2ാമത്തെ അപേക്ഷയാണ്. ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടാവുന്ന സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അല്ല ഇത് വന്നിരിക്കുന്നത്, നാഷണൽ വൈസുള്ള നോട്ടിഫിക്കേഷനാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കേരളത്തിനകത്തുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളോട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരുപാടൊന്നും സമയമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. ലാസ്റ്റ് ടൈം ആയി കഴിഞ്ഞാൽ, അത് റഷായി കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇനി വരാൻ പോകുന്ന കുറേ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. 10,000-ഓളം ഒഴിവുകളാണ് ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ ക്ഷണിക്കാൻ പോകുന്നത്. അടുത്ത് തന്നെ വരാനുണ്ട്. അത് ഷോർട്ട് നോട്ടീസ് അതിൻ്റെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെയും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അത് തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ പുതിയ ഒരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ.